welcome back to Hello guys, welcome back to my channel Chammy's vlog. Fresh. നമ്മൾ ചെയ്യാൻ പോകുന്നത് Who knows Ammu better. ഇവളാണ് അമ്മു. അപ്പൊ ഇങ്ങനെ ടിങ് എന്ന് വെച്ചിട്ടാണ്. ഇവളാണ് അമ്മു. അപ്പോ ഇത് അമ്മുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ അമ്മുവിന്റെ സിസ്റ്റർ. ഓളെ ഞാൻ കണ്ടുപിടിച്ച് 4 വർഷം, ഓളെ ഞാൻ കണ്ടുപിടിച്ച് 5 വർഷം. 6 വർഷം. 6 വർഷം ആവുന്നു. 6 ഈ ഡിസംബറിൽ 7 വർഷം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. അതെ. ഓള് 4 വർഷം. അപ്പൊ 3 വർഷത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അവളെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒക്കെ ഒന്നിനും പ്രത്യേകിച്ച് അതെ, ഒന്നിനോടായിട്ട് ഒരു ഇഷ്ടമൊക്കെ ഒന്നിനോടില്ല. ഞാൻ എന്റെ ഫേവറേറ്റ് കളറിൽ ആഡ് ചെയ്തിട്ടാ, എനിക്ക് തന്നെ അറിയില്ല എന്റെ ഫേവറേറ്റ് കളർ ഏതെന്ന്. അപ്പൊ ഇതിപ്പോ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഓൾറെഡി ഒരു 30 ക്വസ്റ്റ്യൻസ് അല്ലേ, 30 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല ഏതൊക്കെയാണ് 30 ക്വസ്റ്റ്യൻസ്. പേടിക്കാൻ നോക്കിയ സംഭവിച്ചില്ല. ഓള് ക്വസ്റ്റ്യൻ വായിക്കും, അതിന്റെ ആൻസർ ഞങ്ങൾ 3 ആളും എഴുതും. എന്നിട്ട് ഓള് കാണിക്കും. അപ്പൊ നമ്മളും നമ്മൾക്ക് കാണിക്കും. ഓക്കെ, ഇതില് മനുവായിട്ടന്നെ ചില സാങ്കേതിക കുറച്ചും കൂടെ അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അമ്മൂസ് ഫേവറേറ്റ് പ്ലേസ് കേരളത്തിലാണോ? കേരളത്തില് കാസർഗോഡ് അല്ലാതെ, കാസർഗോഡ് കഴിഞ്ഞ ഫേവറേറ്റ് പ്ലേസ്. ഇംഗ്ലീഷിൽ കാസർഗോഡ് അല്ലാണ്ട് അമ്മൂന്റെ ഫേവറേറ്റ് പ്ലേസ് പറയുന്നത്. ഫസ്റ്റ് മോസ്റ്റ് ഫേവറേറ്റ് കോഴിക്കോട്. കോഴിക്കോട് ആൾക്കാരൊന്ന് കമന്റ് ചെയ്യാം. കോഴിക്കോട് ആരെങ്കിലും കോഴിക്കോടാണ്. 3 ആള് കഴിഞ്ഞു വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 ആള് കൂടാണ്ട് മനുവേട്ടൻ ബാളു ഇവർ രണ്ടുപേരും അല്ലാണ്ട് അശ്വിനി ഇവരല്ലാണ്ട് വേറെ ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. പൊന്നു അല്ല, എന്റെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരല്ലാണ്ട് വേറെ ആരെങ്കിലും കമന്റ് ചെയ്യും. പിന്നെ ഈ വീട്ടിൽ നിന്ന് 4 കമന്റ്സ് പോകും. ചമ്മീസ് വ്ലോഗ്, സൗമ്യ, മനുപ്രസാദ്, അർച്ചന, നിരഞ്ജന. ഫേവറേറ്റ് ഡ്രിങ്ക് മറ്റു സാധനം മാത്രമേ എഴുതിക്കൂടാ. അതില്ല, പക്ഷെ റീസെന്റ് ആയിട്ട് കുടിക്കലുണ്ട്. അതൊന്നും പറയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതന്നെ. ഞാൻ ഏത് അർദ്ധരാത്രി ചോദിച്ചാലും അത് പറയും. അതിനത്ര എനിക്കറിയില്ല, ഇപ്പൊ ഒരു കൺഫ്യൂഷൻ. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ എഴുതി വേറൊന്ന് ഹോർലിക്സ്. അതങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ ഏകദേശം ഒരെണ്ണം എഴുതിയത് ചായ അല്ല, കട്ടൻ. മൊത്തം സ്പ്രൈറ്റോ രണ്ടാക്കും വെട്ടി. ഫേവറേറ്റ് ഹോബി അത്ര സിമ്പിൾ ഒന്നും ചോദിക്കാലോ കേട്ടോ. അതെന്താണ് ഫേവറേറ്റ് ഹോബി? കണ്ട മനസ്സിലായി. എനിക്കറിയില്ല, ഞാനും ഒരു ദേവി ഫോണൂത്തായി വരാം. അതൊന്നും വലിയ ഹോബിയായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏത് ഭാഗം ചിത്രം കഴിച്ച് ഞാൻ ലാസ്റ്റ് മൂട് കയറിട്ട് വരച്ചത് 2 ദിവസം ചെയ്തത് ഹോബിയാവും. ഞാൻ എത്ര നാള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പി തോറ്റു നമ്പർ ഇടുമ്പോ നമ്പർ ഏതായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് അപ്പി തോറ്റു. ഫുഡ് ജങ്ക് ഫുഡില് ഇഷ്ടമല്ലാത്തത് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യാത്തൊരു ഫുഡ് ഓർമ്മ ശക്തി ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് ഓളോട് എന്ത് കാര്യം ഓർമ്മ ഉണ്ടായില്ല. ഞാൻ അങ്ങനെ അത് വേണ്ട ചെറിയൊരു പ്രശ്നം, ക്യാമറ ഓഫായി പോയി. അതുകൊണ്ട് ഇപ്പൊ ഫോണിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അമ്മയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇഷ്ടമല്ലാത്ത പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ്. ഈ ചാക്കോൾ ഷവായി, ഗ്രിൽഡ് ചിക്കൻ ഓർ ചാക്കോൾ. ഞാൻ ബിരിയാണി ആർക്കൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ് ഉച്ചക്ക് ഓർഡർ ചെയ്യുന്നത്. അതെ, അത് ഇഷ്ടമല്ല. ചമ്മി കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലത്തിൽ ഞാൻ ഒപ്പര നിൽക്കാൻ തുടങ്ങിയത് ഇപ്പൊ അതൊക്കെ പറയണം. 2023 സെപ്റ്റംബർ മുതൽ
കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ തുടങ്ങി. 24 സെപ്റ്റംബർ Already 2 വർഷമായിട്ട് ആവുന്നതേ ഉള്ളൂ. 2021 ജനുവരി മുതൽ ഞങ്ങൾ ഒന്നിച്ചെന്നുണ്ട് അതെ. ഇന്ന് വരെ. ഇനിയിപ്പോ പറ്റാതെ. The most important in daily life. എന്റെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതോ ഇത് എഴുതിയിട്ടെങ്കിലും മോശമാണ്. അത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് പക്ഷെ തെരഞ്ഞെടുത്തേക്കും. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ അത് സാധനം എഴുതും. സ്ലീപ്പ്. ഫോൺ വന്നേ. പക്ഷെ ഇപ്പൊ മനുഷ്യന്മാർക്ക് എല്ലാം ഇപ്പൊ ഓക്ക് ഇമ്പോർട്ടന്റ് അല്ല സ്ലീപ്പ്. എന്നുവെച്ചാൽ അങ്ങനല്ല, എനിക്ക് അങ്ങനെ കിടന്നുറക്കം വരില്ല. ഓളാണ് കിടന്ന 30 സെക്കൻഡിൽ ഉറങ്ങും. ഞങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ കിടന്നു ഭാഗ്യത്തിന് ഈശ്വരൻ. 3 persons daily in contact with. നിങ്ങളല്ലാണ്ട് വീട്ടുകാരോ? വീട്ടുകാരല്ല, ഫോണിലല്ലേ? ഇപ്പോൾ ഭയങ്കര സ്ലോട്ടാ. അങ്ങനെ ശരിക്കും 3 ആള് മാത്രമല്ല കേട്ടോ. കുറേ ആളുണ്ട്. കുറേ ആളുണ്ട്. അതിന് 3 ആളെ പേര് പറയാൻ പറയുന്നു. 1 അച്ചു, ഉണ്ട്. 2 അമ്മു. അമ്മുണ്ട്. ഏതമ്മു? 3ാമത്തത് ഞാൻ എഴുതിയത് കിളിയാണ്. പക്ഷെ കിളി എല്ലാ സമയം സഹിക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഈ ബോയ് ആര്? അതിന് അമ്മു. എഴുതിയത് നീ പറഞ്ഞില്ലായിരുന്നോ? ഡെയിലി അല്ല അത്. ഞാൻ ഉറപ്പായിട്ട് കിളിയല്ല. എന്നാലും ആരും കിട്ടുന്നില്ലാണ്. പക്ഷെ ഡെയിലി ഇന്നിപ്പോ ഇന്ന് മെസ്സേജ്, എന്നാലും മെസ്സേജ്, ഞാൻ മെസ്സേജ്. ഷെബീർ ഡെയിലി. ഡെയിലി 2 ഫേവറേറ്റ് ഹോം മെയ്ഡ് ഫുഡ്. വീട്ടിലുണ്ടാക്കുന്ന 2 ഫേവറേറ്റ്. എന്തും ആവാതെ. എന്തും ആവാം. മുട്ട റോസ്റ്റ്, മീൻ ഫ്രൈ. മുട്ട റോസ്റ്റ്, ഒന്ന് മുട്ട റോസ്റ്റ് ഉണ്ട്. മുട്ട റോസ്റ്റ്. മുട്ട റോസ്റ്റ് ഉണ്ട്. അത് ശരിക്കും എനിക്കറിയില്ല മുട്ട റോസ്റ്റ് ഉദ്ദേശിച്ചത്. അതെ. പിന്നെ ഞാനൊരു ഇഡ്ലി കടല. ഇഡ്ലി സാമ്പാറിനേക്കാൾ ഒന്നും കൂടി ഇഷ്ടം ഇഡ്ലി കടലയാണ്. ഇഡ്ലി കടലയാണെങ്കിലാണ് പക്ഷെ സാമ്പാർ കുഴപ്പമില്ല. ഇന്നലെ ഞാൻ 6 ദോശ കടലക്കാണെങ്കിൽ 8-9 അതെ. ഓക്കെ. പിന്നെ മത്തി ഫ്രൈ ഒക്കെ. മത്തി ഫ്രൈ ചിലപ്പോ തലയോടെ കൊടുത്ത തല തിന്നുന്നില്ല. അപ്പൊ പിന്നെ മത്തി ഫ്രൈ വെക്കണം. ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ കൺസേൺ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ടെൻഷൻ ഞാനെന്തോ ഓർമ്മിക്കും. ശരിക്കും നീ അഭിനയിക്കുന്നത് ഇങ്ങനെയാണ്. ഓ ആരെങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ഞാൻ വിചാരിച്ച നിന്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ നീ എന്താണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്? മുടി ഓരോ നിമിഷം അര തന്നാ മതി. എന്നാല് പിന്നെ ഇപ്പോഴത്തെ വേറെ കൺസേൺ പുറത്തു പോകുന്നതിനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ കൺസേൺ ആണല്ലോ. സമയത്തില്ലല്ലോ, കഷ്ടപ്പെടണ്ടേ. ഫേവറേറ്റ് പ്ലേസ് ഇൻ UAE. അതറിയാം. ഫേവറേറ്റ് പ്ലേസ് അതേ ഹോം അല്ല, ഷോപ്പിംഗ് സെന്റർ ഒന്നും അല്ലല്ലോ. അല്ല അല്ലെങ്കിൽ പ്ലേസ് അല്ലേ? പ്ലേസ്. ഷാദു അവിടെ പോയിട്ടുണ്ടോ? മാധു വെച്ചിട്ട് പട്ടാസേ മനസ്സിൽ വിചാരിച്ചതാ. പക്ഷെ ഇതിപ്പോ പേര് മാറി പോയി. കൽബ. മോസ്റ്റ് ഫേവറേറ്റ് ഡ്രീം കാർ. എനിക്കറിയില്ല. ഡ്രീം കാർ എനിക്കറിയില്ല. 2 ഏതാ ഫേവറേറ്റ്? എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരു വണ്ടിന്റെ പേര് മതി. എന്റെ ഫേവറേറ്റ് 3 ഞാൻ പറയാം. ഒന്ന് താറ്, ഒന്ന് ഡിഫൻഡർ, ഒന്ന് റേഞ്ച് റോവർ. ഒന്നിലും എന്റെ ഇല്ല. ഞാൻ ഡിഫൻഡറും താവ് എഴുതി. I'm a beach person or mountain person. Beach or mountain? മൗണ്ടൻ ഇഷ്ടം, പക്ഷെ നടക്കാൻ കഴിയാം.